ഇന്ന് സഭയെ, സമൂഹത്തെ ഇല്ലാതാക്കാൻ, നശിപ്പിക്കാനുള്ള ശക്തികൾ ശക്തമായി തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിൻ്റെ ഒരു ഇര കൂടിയാണ്. വിഭജിച്ച് ഭരിക്കുക, അല്ലെങ്കിൽ ഇല്ലാതാക്കുക, വെടക്കാക്കി തനിക്കാക്കുക, ഇങ്ങനെയുള്ള ചിന്താധാരകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒരിക്കലും ഐക്യമുണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവര് നമ്മുടെ സമൂഹത്തെ, സമുദായത്തെ, നമ്മുടെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാനുള്ളവർ തന്നെയാണ്. ഇന്ന് KCYM ഇങ്ങനെ ഐക്യ സന്ദേശവുമായി നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈ KCYMനെ എങ്ങനെ തകർക്കാമെന്ന് ആലോചിക്കാനുള്ള റിസർച്ച് സെന്ററുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടോ എന്ന് സ്റ്റീഫൻ അറിയോ? ഇന്നിവിടെ നടക്കുന്ന ഈ ചർച്ചയെ, ഐക്യ സന്ദേശത്തെ എങ്ങനെ തുരങ്കം വെച്ച് ഇത് ഇല്ലാതാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, റിസർച്ച് സെന്ററുകൾ കേരളത്തിലുണ്ടോയെന്ന് അറിയോ? ഉണ്ട്. ഞാനൊരു സന്ദേശം വീഡിയോയിൽ പറഞ്ഞാൽ, അല്ലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എങ്ങനെ അവതരിപ്പിക്കാമെന്ന് കഥകൾ ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കട്ടെ അല്ലേ? ആ കഥകൾ ഉണ്ടാക്കുന്ന, അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സന്ദേശം, KCYMന്റെ സന്ദേശം, കത്തോലിക്ക സഭയുടെ സന്ദേശം, ആൻഡ്രൂസ് ആർച്ച് പിതാവിന്റെ സന്ദേശം പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതിനെതിരായിട്ടുള്ള, അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ വെളിയിടിച്ച് കാണിക്കുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രസ്ഥാനങ്ങൾ, അതിനുള്ള റിസർച്ച് സെന്ററുകൾ ഈ കേരളത്തിലുണ്ട്. KCYMന് അങ്ങനെ ഒരു റിസർച്ച് സെന്റർ ഉണ്ടാകും. എങ്ങനെ ഈ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കാൻ, നമുക്കെതിരെ വരുന്ന ചിന്താധാരകളെ അല്ലെങ്കിൽ തെറ്റായ പ്രചരണങ്ങളെ അതിനെ അതിജീവിക്കാൻ, ശരിയായ ബോധം നടത്താൻ എങ്ങനെ നമുക്ക് സാധിക്കുമെന്ന് ഒരു റിസർച്ച്, ഒരു തിങ്ക് ടാങ്ക് ഷിജോ KCYMനുണ്ടാകും. ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 4 ചലഞ്ചുകൾ പറഞ്ഞത് അതിമനോഹരമായി ഞാൻ 100% ഷിജ പറഞ്ഞ ചലഞ്ചിനോട് ഞാനും കൂട്ടിച്ചേർന്ന് യെസ്, അതിനൊരു കയ്യടി, ആമേനെന്ന് പറയുകയാണ്. പക്ഷെ അതിന് നിങ്ങൾക്കൊരു തിങ്ക് ടാങ്ക് ഉണ്ടാകും, റിസർച്ച് വിങ് ഉണ്ടാകണം. ഇന്ന് കേരളത്തിൽ അങ്ങനെയുള്ള റിസർച്ച് വിങ്ങുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും വിഭജിച്ച് ഭരിക്കാൻ വേണ്ടി ഇന്ന് കേരള സഭ, അത് റീത്തിന്റെ പേരിലാകട്ടെ, ആരാധനാക്രമത്തിന്റെ പേരിലാകട്ടെ, നമ്മൾ നടത്തുന്ന സമരങ്ങളുടെ പേരിലാകട്ടെ, ഇതിനെ എല്ലാത്തിനെയും അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി തികച്ചും വ്യത്യസ്തമായ രീതിയിൽ, തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മെ തകർക്കുന്ന, നമ്മെ വിഭജിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് ഐക്യത്തിന് വേണ്ടത് നമ്മൾ ഒന്നായിട്ട് നിൽക്കണം എന്നുള്ള ചിന്തയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കണം. എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയത് ഇങ്ങനെയൊരു 32 രൂപതകളിൽ നിന്ന് യുവജന നേതാക്കന്മാർ ഇവരൊരുമിച്ച് കൂടി ചർച്ച ചെയ്യാൻ തയ്യാറായത്. അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുക. അതുകൊണ്ട് ഐക്യത്തിന് വേണ്ടി നിൽക്കണം. ആ ഐക്യം വേണമെങ്കിൽ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും വ്യക്തികളുടെയും വിജയത്തിന് ആവശ്യമായി 3 കാര്യങ്ങൾ ആവശ്യമാണ്. വിഷൻ, മിഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. അത് സ്ഥിരം ഞാൻ പറയണ്ട. ആരാണ് ഒരു KCYMകാരൻ? എന്തിനു വേണ്ടിയാണ്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തിനാ KCYM ചേർന്നേ? ഉത്തരവുണ്ടോ? എങ്ങനെയാണ് ഒരാൾ KCYM അംഗമായി തീരുക? ഈ ഡിസ്കഷൻ ഉണ്ടാവില്ലേ? എന്താണ് KCYM? എന്തിനാണ് KCYM? എങ്ങനെയായിരിക്കണം KCYM? ഈ 3 ദിവസത്തെ ചർച്ചകൾ ഉണ്ടാവില്ലേ? ഈ ഒരു വിഷൻ, മിഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്, ഈ 3 ദിവസത്തെ ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ ബോധ്യമുള്ള ഒരു കത്തോലിക്കനായി, KCYM അംഗമായി ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പ് വിജയിച്ചു. ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് മിഷണറിമാർ തുടങ്ങി കത്തോലിക്കരാണ് എന്ന്, ക്രിസ്ത്യാനികളാണെന്നുള്ള അഭിമാനം നിങ്ങൾക്കുണ്ടോ? കേരളം മറന്നു തുടങ്ങി.
ആതുര ശുശ്രൂഷ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമുദായമാണ് ക്രിസ്ത്യാനികളുടേത്, കത്തോലിക്കരുടേത്. മിഷണറിമാരെ തുടങ്ങി വെച്ചതാ. അഭിമാന ബോധമുണ്ടോ? സാമൂഹ്യ ക്ഷേമ രംഗത്ത് അത് വർണ്ണവിവേചനമടക്കം ഈ സമൂഹത്തെ മുഴുവൻ ജാതി മതഭേദമന്യേ എല്ലാവരെയും വളർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് നമ്മുടെ ക്രൈസ്തവരാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാകും. കേരളത്തിൻ്റെ മലയോര മേഖലയെയും തീരദേശ മേഖലയിലെയും പ്രശ്നങ്ങളെക്കുറിച്ച് രണ്ടുപേരും സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, മലയോരും തീരദേശവും മാത്രമല്ല, അതിനു മുമ്പ് കേരളം നീണ്ടുകിടക്കുന്ന ഈ കേരളത്തിൻ്റെ മധ്യഭാഗം കൂടിയും എല്ലാ പ്രദേശത്തെയും വളർത്തുന്നതിന് ഏറ്റവും മുന്നിൽ നിന്ന സമുദായം ഏതാണ്? ഇന്ന് നമ്മൾ എവിടെയാണ്? കൃഷിയുടെ രംഗത്ത് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധികളിൽ അതിനെല്ലാത്തിനും വളർത്തിയതാരാ? തൃശ്ശൂർക്കാർ പറയും ബിസിനസ് രംഗത്ത്, സംരംഭകരുടെ രംഗത്ത്. ഷിജോ, ഇന്ന് തൃശ്ശൂര് ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂര് ബിസിനസ്സും ബാങ്കിങ്ങും ഒക്കെ നിയന്ത്രിച്ചിരുന്നും ഏറ്റവും മുന്നിൽ നിന്നും ക്രൈസ്തവരാണെങ്കിൽ ഇന്ന് 4ാമത്തെ സ്ഥാനത്തേക്കൊക്കെ എത്തി. ഏറ്റവും പിന്നോക്കം പോയിരിക്കുക. അപ്പോൾ ചോദ്യം ഇതാണ്, ഇനി ഞാൻ ചോദിക്കട്ടെ, മാധ്യമരംഗത്ത് ഏറ്റവും മുന്നിൽ വളർന്നു നിന്നതാരാ? ഇന്ന് ക്രൈസ്തവർ മാധ്യമരംഗത്ത് ഏറ്റവും പിന്നിലാണെന്ന് പറയുകയാണെങ്കിൽ സാമൂഹിക മാധ്യമങ്ങൾ അടക്കം ഏറ്റവും പിന്നിൽ നമ്മളായില്ലേ? ഇവിടെ സർവേ നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തൃശ്ശൂരിൽ ഏകദേശം ചില സ്ഥലത്ത് 25% വരെയൊക്കെ ഉണ്ട്. ഈ തൃശ്ശൂർ ജില്ല മാത്രം നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ അധികമില്ല. അപ്പോൾ ഇവിടെ ഏകദേശം 20-24% വരെയുള്ള തൃശ്ശൂർ രൂപതയിലെ സർക്കാർ ജോലി, ഷിജോ, എത്രയാണെന്ന് അന്വേഷിച്ചപ്പോൾ ഇപ്പോഴത്തെ യൂത്ത് 1%, 1.5%. ഇവിടുത്തെ തൃശ്ശൂർ രൂപതയുടെ കാര്യം പറയും. ഇത് ഏകദേശം കേരളത്തിന്റെ മുഴുവൻ സ്ഥിതിയാണ്. ഷിജോ, ഈ ചലഞ്ച് പറഞ്ഞപ്പോ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞുന്ന ഒരു ചിന്താഗതി ഇവിടെ ഇരിക്കുന്നവർ നിങ്ങൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് വളരെ ശക്തമായ നേതൃത്വം കൊടുത്ത ക്രൈസ്തവ സമുദായം ഇന്ന് എവിടെയാണ്? ഷിജോ പറഞ്ഞു ശരിയാണ്. സംരംഭക രംഗമാകട്ടെ, രാഷ്ട്രീയ രംഗമാകട്ടെ, ഇന്ന് ഞങ്ങളുടെ സിവിൽ ലൈൻസിൽ കളക്ടറേറ്റ് ഒരാൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എന്തുമാത്രം ഞങ്ങൾക്ക് സഹായം കിട്ടിയോ. ആ ആളിപ്പോൾ റിട്ടയർഡായി, ഇനി ആരും പോകുന്നു പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അന്വേഷിച്ചിട്ട് ആളില്ല. തൃശ്ശൂരത്തെ കാര്യം പറയും. ഇത് തന്നെയല്ലേ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, മറ്റു ചില സമുദായം 8% മാത്രമുള്ള ഒരു സമുദായം, അവരും മുന്നോക്ക സമുദായം തന്നെയാണ്. എന്നിട്ട് അവർക്കുള്ള ജോലികളുടെ പെർസെൻറ്റേജ് നോക്ക്. 12% കത്തോലിക്കരില്, അതിൽ ലത്തീൻ സമുദായത്തിൻ്റെ, സീറോ മലബാർ സമുദായത്തിൻ്റെ, മലങ്കര സമുദായത്തിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 12 വർഷം മുമ്പ് പറയും 5ാമത്തെ കുഞ്ഞിൻ്റെ മാമോദിസയ്ക്ക് ഞാൻ ചെല്ലുന്നു. പിന്നെ വിളിച്ചിട്ടുള്ള എല്ലായിടത്തും പോയിട്ടുണ്ട്. നാളെ തിങ്കളാഴ്ച പോകുന്നുണ്ട്. പിന്നെ ഒരു ഗുണമുണ്ട് കേട്ടോ, 5ാമത്തേന് പോയാൽ 6ാമത്തേനും പോകേണ്ടി വരും. അന്യം നിന്നു പോകുന്ന സമുദായമായി ക്രിസ്ത്യാനികൾ. ഞാൻ ഇവിടെ ഞാനിങ്ങനെ പറഞ്ഞു, ഓരോ ദിവസവും കുറഞ്ഞു പോകുന്നു. മതം മാറിയതിൻ്റെ പേരിലല്ല, കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ, കല്യാണം കഴിക്കാത്തതിൻ്റെ പേരിൽ, ഇവിടെ നാട് വിട്ടു പോകുന്നതിൻ്റെ പേരിൽ. ഈ ഒരു സമുദായത്തെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കണം KCYM എങ്ങനെയാകണം. അതുകൊണ്ട് ബോധ്യമുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ളവരെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. വിഭജിക്കാൻ വേണ്ടി അത് പല കാരണങ്ങൾ പറഞ്ഞ് നമ്മെ എല്ലാവരും വിഭജിച്ചാൽ മാത്രമേ ഈ സമുദായത്തെ നമ്മെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാരണം കമ്മിറ്റഡ് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ദർശനങ്ങളുള്ള, ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച, സഭയിൽ നിന്ന് ലഭിച്ച ദർശനങ്ങളുള്ള ഒരു വ്യക്തികളാണ് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ. അവസാനം നമുക്ക് സമരമാർഗങ്ങളല്ല, നമുക്ക് വിപ്ലവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഇല്ലാതാക്കുന്ന, നശിപ്പിക്കുന്ന മാർഗമല്ല. നമുക്ക് സ്നേഹത്തിൻ്റെ മാർഗമാണ് നമുക്കുള്ളത്. എല്ലാവരെയും സഹായിക്കുന്ന മാർഗമാണ് നമുക്കുള്ളത്.